ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ഓണം ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങുകയായി കേട്ടോ. ആ, നമ്മുടെ വുമൻസ് ആർട്ടി ക്ലബ് കൂടരഞ്ഞിയുടെ ഒരു മെമ്പറും കൂടെയാണ് ഞാന്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഓണസദ്യയാണ്, ഓണപരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓണം ആദ്യം തുടങ്ങുക 20-ാം തീയതി തന്നെ. അപ്പൊ ഇന്ന് എല്ലാവരും ഓരോ കറികൾ കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സദ്യക്ക്. ഓരോ വീട്ടിൽ നിന്നും ഓരോ മെമ്പർമാരുടെ വീട്ടിൽ നിന്നും ഓരോ കറികൾ, അല്ലെ ഒന്നോ രണ്ടോ കറികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ടാസ്ക് എന്താണെന്നറിയോ? പച്ചടി, ഓലൻ, മധുരക്കറി. അപ്പൊ ഈ 3 ഡിഷാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് 3 ഉണ്ടാക്കണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് പച്ചടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇത് ശരിക്കും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുത്താൽ എളുപ്പമുണ്ട്. അല്ല, ഗ്രേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് പണിയെല്ലാം തീർത്ത് 10 മണിക്ക് മുമ്പ് അവിടെ എത്തുകയും വേണം. അതുകൊണ്ട് തന്നെ കഥ പറഞ്ഞിരിക്കാൻ നേരമില്ല, കാര്യത്തിലേക്ക് പോകാം. ഇതാ നോക്കി, ബീട്രൂട്ട് ഞാൻ വലിയ ഒരെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ, പക്ഷെ അതൊരു 1/2 കിലോയുടെ വലുതായിരുന്നു. അപ്പൊ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒരു ഒറ്റ കറക്കം അങ്ങോട്ട് കറക്കി എടുക്കാം. അപ്പൊ പണി എളുപ്പമായി. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്കിതിനെ ഒന്ന് കുക്കറിലേക്ക് ഇടാവേ. ഉള്ള പരിപാടിയാണ്. 60 പേരോളം. ഞങ്ങൾ കുറച്ച് ഗസ്റ്റിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. MLA ഒക്കെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഒരു 60-65 പേർക്കുള്ള സാധനം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ 1 ലിറ്റർ തൈരും ഒരു 1/2 കിലോയുടെ വലിയൊരു ബീട്രൂട്ടും എടുത്തേക്കുന്നത്. അപ്പൊ അതാണ്ട് നമ്മള് ബീട്രൂട്ട് അടുത്ത് വെച്ചു. ഒരു നുള്ളുപ്പിട്ട് എന്നിട്ട് ഇത് വേവിക്കും. കുക്കറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊരു 2-3 വിസിലങ്ങ് വന്നോട്ടെ. എന്നാ പിന്നെ വേഗം നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഇതാ ഒരു തേങ്ങ എടുത്തേക്കുന്നത്, ഒരു 1/2 സ്പൂൺ ജീരകം എടുത്തിട്ടുള്ളൂ, 2 പച്ചമുളക് എടുത്തു, 3 ചെറിയുള്ളി. ചില നാട്ടിൽ ചെറിയുള്ളി ഇടാറില്ല, പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ചെറിയുള്ളി ഇടും കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത്രയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1/2 സ്പൂൺ കടുക് എടുക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മള് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിലൊക്കെ വന്നു. ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം, ഒന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇതാ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈരും നമ്മളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുപ്പൊന്ന് വിട്ട് കഴിയുമ്പോൾ, പതിയെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ബീട്രൂട്ടൊക്കെ നമ്മളിതാ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പ് വെച്ചു. അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ചൂടായി വരട്ടെ. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടുമായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാനേ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാനും പാടില്ല കേട്ടോ. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണേ. തൈരും കൂടെ ചേരുമ്പോൾ ഉള്ള ഉപ്പ് അതിനകത്ത് വേണം. ഇത് മതിയാവും. വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവേ. പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കും അല്ലേ? അപ്പം സദ്യയിൽ എപ്പോഴും ബീട്രൂട്ട് പച്ചടിക്ക് ഒരു സ്ഥാനമുണ്ട്. കളർഫുള്ളായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു സദ്യയിൽ വിളമ്പി കഴിയുമ്പോഴത്തേനും ഈ ഒരു ബീട്രൂട്ട് പച്ചടി എപ്പോഴും ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ഇതിനകത്ത് ചില നാട്ടിലൊക്കെ ഇഞ്ചി ചേർക്കാറുണ്ട്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ്. ഞാൻ ഇവിടുത്തെ രീതിയിലാണ് ഉണ്ടാക്കി കേട്ടോ. അപ്പം നമ്മളിവിടെ ഇഞ്ചി ചേർക്കത്തില്ല. ഓരോരുത്തരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ നാട്ടിലും ഓരോ രീതി. അപ്പം നമ്മുടെ ഈ നാടിൻ്റെ രീതി ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന, എല്ലാവരും ഉണ്ടാക്കുന്ന. എന്നാൽ പോലും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയിൽ ഇവനൊരു കേമൻ തന്നെയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു കളർഫുള്ളായിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്ന വിഭവങ്ങളല്ലേ. അപ്പം എനിക്ക് മാത്രം 3 എണ്ണം കിട്ടിയത്, ബാക്കി എല്ലാവർക്കും ഓരോന്നേ ഉള്ളേ.
എന്തായാലും കുഴപ്പമില്ല, സന്തോഷത്തോടെ നമുക്കത് ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് കഴിക്കാം. അപ്പം അതൊരു സുഖമല്ലേ. അപ്പം അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ദേ നമ്മുടെ അരപ്പും ബീട്രൂട്ടും എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ച് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. പുളി കുറഞ്ഞ തൈര് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ. തീരെ പുളിയില്ല. ഉച്ചയാകുമ്പോഴത്തേനും ഒന്ന് പുളിച്ചു വരുമായിരിക്കും. ഒരിച്ചിരി പുളി വേണ്ട, പച്ചടി. കുറഞ്ഞൊരുപ്പും കൂടെ വേണം. ഇനി നമുക്കൊന്ന് കടുക് താളിക്കേണ്ട ഒരു പരിപാടിയും കൂടെ ഉള്ളേ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കത്തിക്കരുത്. ശരിക്കും ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കാവുള്ളൂ. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോളുവേ. ഇത് നമുക്ക് ഒരു 62 പേരെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി ആള് കൂടിയെങ്കിലോ എന്ന് ഓർത്ത് പിന്നെ ഇവിടെയും കുറച്ച് എടുത്ത് വെക്കണം, വീട്ടിലും കുറച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇത്രയും ഉണ്ടാക്കിയത്. ഓണമല്ലേ, എല്ലാവർക്കും ഇച്ചിരി കൊടുക്കണ്ടേ. ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു വറവും കൂടെ ഉള്ളു ഇനി. അപ്പോഴത്തേനും ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. കുറച്ച് കടുക് ഇട്ടു. കടുക് വിട്ട് കഴിഞ്ഞപ്പം കറിവേപ്പില വറ്റൽമുളകും കൂടെ ഇട്ടേ. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ രാത്രിയിൽ കുറേ നേരം വൈകിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇഞ്ചിക്കറി, ഇത് പച്ചടി, കിച്ചടി എല്ലാം നമ്മളിങ്ങനെ രാത്രി തന്നെ വെളുപ്പിനോടുകൂടി എല്ലാം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾക്കത് വിളമ്പാൻ നേരമാകുമ്പോൾ സെറ്റായിട്ടിരിക്കും. ഇന്നിപ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ സെറ്റാക്കി ഇതും കൊണ്ട് ഓടണം. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന, പക്ഷെ എന്നാലും ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പം നമ്മൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ കാണിച്ചു എന്നേ ഉള്ളേ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.